ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഹൂലിയൻ ആൽവറസിന് വേണ്ടിയുള്ള FC ബാഴ്സലോണയുടെ ശ്രമങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ തുടരുകയാണ്. എന്നാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ താരത്തെ വിട്ടു നൽകാൻ അത്ലറ്റിക്കോക്ക് ഉദ്ദേശമില്ല. ഹൂലിയൻ പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷേ അത്ലറ്റിക്കോ ഇതുവരെ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഹൂലിയനെ കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും FC ബാഴ്സലോണക്ക് ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അത്ലറ്റിക്കോ ഈ താരത്തെ ബാഴ്സക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ ഡേവിഡ് ഇബാനസ് ആണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് ഹൂലിയനെ കിട്ടിയിട്ടില്ലെങ്കിൽ ബാഴ്സലോണ ഒരു പ്ലാൻ ബി തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ ബിയിലെ താരം അത് അർജന്റീൻ സ്ട്രൈക്കറായ ലൗറ്ററോ മാർട്ടിനസ് ആണ് എന്നാണ് ഡേവിഡ് ഇബാനസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിരുന്നു. ഹൂലിയൻ ആൽവറസിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് സ്ട്രൈക്കർമാരെയൊന്നും ബാഴ്സ കൊണ്ടുവരില്ല എന്നായിരുന്നു റിപ്പോർട്ട്. പക്ഷേ ബാഴ്സക്കകത്ത് ഇപ്പോൾ കാര്യങ്ങൾ ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഫെറാൻ ടോറസ് പോവുകയാണ്. ലെവൻഡോസ്കി നേരത്തെ പോയി കഴിഞ്ഞു. ഒരു സീസൺ മുഴുവനും സ്ട്രൈക്കർമാരില്ലാതെ തുടരുക എന്നുള്ളത് ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു പ്ലാൻ ബി ഇപ്പോൾ ബാഴ്സലോണ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. അതിലൊന്ന് അർജന്റീൻ സ്ട്രൈക്കറായ ലൗറ്ററോയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരിശീലകനായ ഹാൻസി ഫ്ലിക്കിനും സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോക്കും താല്പര്യമുള്ള ഒരു താരമാണ് ലൗറ്ററോ. പക്ഷെ അദ്ദേഹത്തെ ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം ഇന്റർ മിലാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് ലൗറ്ററോ. അദ്ദേഹത്തെ കൈമാറാൻ ഇന്റർ മിലാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അവരുടെ പ്രൊജക്റ്റിലെ പ്രധാന താരം തന്നെയാണ് ലൗറ്ററോ. കഴിഞ്ഞ ഇറ്റാലിയൻ ലീഗിൽ 30 മത്സരങ്ങളിൽ നിന്ന് 17 ഗോളുകളും 6 അസിസ്റ്റുകളും ലൗറ്ററോ സ്വന്തമാക്കിയിരുന്നു. ബാഴ്സയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും റൂമറുകൾ ഉണ്ടാവാറുള്ള ഒരു താരമാണ് ലൗറ്ററോ. അദ്ദേഹത്തിനും ബാഴ്സയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.